الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل وأولئك هم الغافلون. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അത് പാലിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു നിയന്ത്രണം ഉണ്ടാകുന്നതും മനസ്സിന് സ്വസ്ഥതയുണ്ടാകുന്നതും. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അളവറ്റതാണ് എന്ന് നമുക്കറിയാം. ഈ ലോകം പടച്ചവൻ, ഇവിടുത്തെ സൃഷ്ടിജാലങ്ങളെ പടച്ചവൻ, അവരുടെ വിചാരങ്ങളെ സംവിധാനിച്ചവൻ, എന്തൊക്കെ മനുഷ്യന് വേണമോ അതൊക്കെ സംവിധാനിച്ചവൻ. ഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്കാണ് ഒരുക്കിയത് എന്ന് ഖുർആൻ മനുഷ്യനെ ധൈര്യപ്പെടുത്തി, ബോധ്യപ്പെടുത്തി. ആ റബ്ബിനെ കുറിച്ച് പറയുവാനാണ് ലക്ഷക്കണക്കായ പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നത്. ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള നീണ്ട് പരന്ന് കിടക്കുന്ന പ്രവാചകത്വത്തിന്റെ ശൃംഖല കാലാന്തരങ്ങളിൽ, ദേശാന്തരങ്ങളിൽ, വ്യത്യസ്ത പ്രദേശങ്ങളിൽ പ്രവാചകന്മാർ കടന്നു വന്നു. തങ്ങളുടെ ജനങ്ങൾക്ക് അവർ മോചനം നൽകി. അടിമത്തത്തിൽ നിന്ന് മാത്രമല്ല, വിശ്വാസത്തിൽ നിന്ന്. എല്ലാ വിശ്വാസങ്ങളും റബ്ബിലേക്ക് അവർ സമർപ്പിച്ചു. അതുകൊണ്ടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, അഫ്ളലു മാ ഖുൽത്, ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഞാൻ മാത്രമല്ല, വൻ നബിയ്യൂന മിൻ ഖബ്ലി, എൻ്റെ മുന്നേ വന്ന നബിമാരും അവരൊക്കെ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു വാക്കുണ്ട്. അത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആരാധനക്കർഹനായിട്ട് അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല എന്നുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന മർമ്മം. അത് വിജയത്തിന്റെ നിദാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, ഫഅലം, നീ നല്ലപോലെ ഇൽമു ഉണ്ടാകണം, നിനക്ക് നല്ലപോലെ നീ അറിയണം. എന്താ അറിയേണ്ടത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇത് കലിമത്തു ഷഹാദത്തിന്റെ ഭാഗമാണ്. നമ്മുടെ മേൽവിലാസത്തിന്റെ തുടക്കമാണ്, നമ്മുടെ അടയാളത്തിന്റെ നിദാനമാണ്.
അതുകൊണ്ട് ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം, അവനെ കുറിച്ചുള്ള അറിവ് സിഫാത്തിൽ, ദാത്തിൽ, അഫ്ആലിൽ, റുബൂബിയത്തിൽ, അങ്ങനെ എല്ലാ തലത്തിലും അള്ളാഹു ഏകനാണ്. തൗഹീദ് എന്നതിന് ഭാഷാന്തരമായിട്ട് സാങ്കേതികമായിട്ട് പറഞ്ഞു വരാറുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിഷമം, അവന്റെ പ്രയാസം അത് ജീവിതത്തിലുണ്ടാകും. അവനെല്ലാം പറയേണ്ടത് ഈ റബ്ബിനോട് മാത്രമാണ്. അപ്പോഴേ അവന് സ്വസ്ഥതയുണ്ടാകും. ലോകത്ത് കഷ്ടപ്പാട് അനുഭവിച്ചവർ ചീത്തയാളുകളായിരുന്നില്ല. ചരിത്രം പറയുന്നത് അവർ നല്ലവരായിരുന്നു എന്നാണ്. നബിമാരാണ് ചിലപ്പോൾ വിഷമിച്ചു പോയത്. മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിയ ഒരു നബിയുടെ കഥ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആഴക്കടലിൽ വെച്ച് മഹാനായ യൂനുസ് നബിയുടെ ദുആ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. പ്രതിസന്ധി വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ആദി വ്യാധി, ദുഃഖം, സങ്കടം, രോഗം, പ്രിയപ്പെട്ടവരുടെ വിയോഗം, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പിണക്കം, ചിലപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന അതിനിർണായകമായ ചില സന്ദർഭങ്ങൾ, മനുഷ്യനാകെ പ്രതീക്ഷയും ആശ്വാസവും അവന്റെ രക്ഷിതാവല്ലാതാരാണ്? ഇത് വിട്ടുപോകുമ്പോഴാ മനുഷ്യൻ വേറെ പല കോലത്തിലേക്ക് മാറുന്നത്. ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് ചിലർക്ക് തോന്നുന്നത് അപ്പോഴാ. ദുരൂഹമായ മരണമാണ്, അല്ലെങ്കിൽ സംശയപരമായ മരണമാണ്, അല്ലെങ്കിൽ ആത്മഹത്യയാണ് എന്നൊക്കെ ചില ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. മനുഷ്യൻ ദുർബലനാണ്, ചിലപ്പോൾ മനസ്സുകൊണ്ട് ദുർബലനാണ്. കണ്ണുനീര് കടലിരമ്പം പോലെയാണ് ചിലപ്പോ ചില നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതം എന്നുള്ളതൊരു സത്യമാണ്. പറയേണ്ടതും അറിയേണ്ടതും പറയുന്നതും അവൻ റബ്ബിനോട് മാത്രമാണ്. ഈ റബ്ബിനെ കുറിച്ചുള്ള ജ്ഞാനം, ഈ അറിവ്, അത് മനുഷ്യനുണ്ടാക്കുന്നത് വല്ലാത്തൊരു വിശ്വാസത്തിന്റെ കരുത്തും ഫലവുമാണ്. അവനുണ്ടാക്കുന്നത് വിനയമാണ്, ഉള്ളിലൊരു വല്ലാത്തൊരു ധൈര്യമാണ്. ഒറ്റപ്പെട്ട ഒരു നേരമുണ്ട്, അനുയായികളൊക്കെ എങ്ങോ സഞ്ചരിച്ചു പോയി, യാത്രക്കിടയിലാണ്, മരത്തിൽ വാള് തൂങ്ങിക്കിടക്കുകയാണ്. അതിന്റെ ചുവട്ടിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കിടന്നുറങ്ങുന്നുണ്ട്. വിശ്രമത്തിന്റെ ഉറക്കമാണ്, യാത്രയുടെ മയക്കമാണ്. അപ്പോഴാണ് ഒരു ശത്രു ആ രംഗം നിരീക്ഷിച്ചത്. ഇതൊരു സുവർണാവസരമാണ്, ഈ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ, ഈ പ്രഭാഗോപുരത്തെ തച്ചു തകർക്കാൻ, ഈ നന്മയെ ഇല്ലാതാക്കാൻ. വാള് മരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അയാൾ ഓടി വരുന്നുണ്ട്, വാളയാൾ എടുക്കുന്നുണ്ട്. പെട്ടെന്നാണ് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് ഉറക്കത്തിൽ നിന്ന് തുറക്കപ്പെട്ടത്. അള്ളാന്റെ തീരുമാനമാണ്. പതറുന്ന നേരമാണ്, പതറേണ്ട നേരമാണ്. ആ നേരത്തെ അയാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യാ മുഹമ്മദ് മൻ യംനഉക മിന്നി, ആര് നിന്നെ രക്ഷിക്കും ഈ വാളിൽ നിന്ന്? ഞാൻ എന്താ വൗലി പിടിച്ച വാള, അതുമായിട്ട് ഇങ്ങനെ നിൽക്കുക, ഒരു കുശലുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ, ഒരു പരിഭ്രമവുമില്ലാതെ ഒരു മറുപടി വരുന്നു, അല്ലാഹ്. അത് ശത്രുവിനെ ഭയപ്പെടുത്തി. ആരുമില്ലെന്നറിഞ്ഞിട്ടും, അനുയായികൾ നാലുപാട് പോയി എന്നറിഞ്ഞിട്ടും ഉള്ളിലൊരു വിളിയാളമുണ്ട്, അതാണ് അല്ലാഹ്. പിന്നെ ശത്രുവിന്റെ പരാജയമാണ് ആ സംഭവത്തിന്റെ ബാക്കി നമ്മൾ കാണുന്നത്. പറഞ്ഞു വന്നത്, ഒരു വിശ്വാസിയുടെ ഉൾത്തടം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീനാളത്തിലേക്ക് പോകുമ്പോ ആ വാക്കാ പറഞ്ഞത്, മാസാല ഇബ്രാഹിം ഹീന ഉൽഖിയ ഫിന്നാർ ഹസ്ബിയല്ലാഹു വനിഅമൽ വക്കീൽ. എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ എനിക്ക് അല്ലാഹ് മതി, അവനെത്ര നല്ലവനാണ്, എനിക്ക് റബ്ബ് മതി. ധൈര്യം, വിശ്വാസം, കരുത്ത്. ആളിപ്പടരുന്ന തീനാളങ്ങൾ കാണുമ്പോ ആ ഒരു കനത്ത വിശ്വാസമുണ്ടല്ലോ, അതാ വിശ്വാസിക്കുണ്ടാകേണ്ടത്. അവിടെയാണ് റബ്ബിനെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകേണ്ടത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോഴേക്ക് പതറിപ്പോകുന്നു പലപ്പോഴും നമ്മൾ വല്ലാതെ ദുർബലരാകുന്നു ചിലപ്പോ. അവിടെയാണ് ഈ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിന്റെ പ്രാധാന്യം കടന്നു വരുന്നത്. ഖുർആൻ പറയുന്നുണ്ട്, ജീവജാലങ്ങൾ മുഴുവൻ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു എന്ന്, ജീവനില്ലാത്തവ മുഴുവൻ റബ്ബിനെ തസ്ബീഹ് ചൊല്ലുന്നു എന്ന്, ആകാശങ്ങളിലുള്ളത് മുഴുവൻ അവനെ പുകഴ്ത്തുന്നു എന്ന്,
ഭൂമിയിലുള്ളത് മുഴുവൻ അവനെ പുകഴ്ത്തുന്നു എന്ന്. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർള്, 7 ആകാശങ്ങളും അവനെ പുകഴ്ത്തുന്നു, ഭൂമിയും വമൻ ഫീഹിന്ന അവ രണ്ടിലുമുള്ളതും. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. പക്ഷെ നിങ്ങൾക്ക് തിരിയൂല എന്താണ് അവരുടെ തസ്ബീഹ്, എങ്ങനെ അവര് റബ്ബിനെ പുകഴ്ത്തുന്നു, അത് നിങ്ങൾക്ക് തിരിയൂല. ഈ മാനം അല്ലാഹനെ പുകഴ്ത്തുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയൂല, ഈ ഭൂമി അവനെ പുകഴ്ത്തുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയൂല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ, അല്ലാഹു നല്ല സഹനമുള്ളവനാണ്. എന്ത് ധിക്കാരം ചെയ്തിട്ടും അള്ളാഹ്ക്ക് പെട്ടെന്നൊരു നടപടി ഒന്നും എടുക്കുന്നില്ല, നീട്ടിക്കൊടുക്കുന്നുണ്ട്. ഹലീമാണവൻ, ഗഫൂറാണവൻ, അവൻ പുറത്തു കൊടുക്കുന്നവനാണവൻ. സൂറത്ത് ഇസ്രായേൽ അത് പറയും. പറഞ്ഞു വന്നത് ഈ റബ്ബിന്റെ അനേക സൃഷ്ടികളിൽ ഒരാളാണ് മനുഷ്യൻ. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം, ആദം മക്കളെ നാം ബഹുമാനിച്ചിട്ടുണ്ട്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും നാം അവരെ വഹിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. യാത്ര എന്ന് പറയുന്നത് പ്രയാസം നിറഞ്ഞൊരു കാലത്ത്, വാഹനങ്ങൾ കണ്ടുപിടിക്കാത്ത കാലത്ത്, ഒരൊട്ടകം മാത്രം ഭൂമിയുടെ ഏത് അറ്റവും അവരെ കൊണ്ട് എത്തിക്കുന്ന കാലത്ത്, കടലിലെ പായക്കപ്പലിലൂടെ എല്ലാം സമർപ്പിച്ച് റബ്ബിന് വേണ്ടി യാത്ര പോകുന്ന ഒരു കാലത്ത്, വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും നാം അവരെ വഹിച്ചു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, അവർക്ക് നാം നല്ലത് നൽകി. റിസ്ഖ്, നല്ല റിസ്ഖ്, ഹലാലായ റിസ്ഖ്, ഹറാമല്ലാത്ത റിസ്ഖ്. സഹാബ വനിതകൾ പറയുമത്രേ, പുലരാ നേരത്തെ അവര് പോകും, തൊഴിലിന് പോകും. അപ്പൊ ഈ പാവം പെണ്ണുങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, എവിടെന്നെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരരുതേ നിങ്ങൾക്ക്, ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത് ഹലാല് മാത്രം കൊണ്ടുവരണം. എത്ര കാലം വേണമെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടക്കാം, പക്ഷെ ഹറാമ് തിന്നിട്ട് അള്ളാന്റെ നരകത്തിൽ ഞങ്ങൾക്ക് പോകാൻ ഇടവരുത്തരുതേ. അതാ വിശ്വാസം, ഏക ഇലാഹിലുള്ള വിശ്വാസം. തൗഹീദ് നേരാമണ്ണം ഉള്ളിക്കടക്കുമ്പോ കടന്നു വരുന്ന ഒരു സംസ്കാരം. അതുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞത്, ഈ ജനങ്ങൾ മദ്യപാനികൾ, ഈ ജനങ്ങൾ വ്യഭിചാരികൾ, അവരെ നന്നാക്കാൻ ഖുർആനിൽ ആദ്യം തന്നെ നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞാൽ നടക്കൂല, അതുപോലെ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ അവർ കേട്ടുകൊള്ളണമെന്നില്ല. അവിടെ ഈ പ്രബോധനത്തിന്റെ തുടക്കത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം അത് ഈ ജനതയുടെ ഉള്ളിലുണ്ടാക്കി. അപ്പൊ ഉള്ളിൽ അങ്ങോട്ട് ശരിക്കാ ബോധം വന്നപ്പോ എന്ത് ചെയ്താലും അറിയും എന്റെ റബ്ബ്, ആ ബോധം അങ്ങോട്ട് വന്നപ്പോ ശരിക്കും അങ്ങോട്ട് ഭയം തോന്നിയെന്ന്. അവര് മാറി, കണ്ണുകൾ പോലും നിയന്ത്രിക്കുന്ന ഒരു തരത്തിലേക്ക് അവർ പോയി. ആര്? ജീവിതത്തിന് ഒരു ലൈസൻസും ഇല്ലാതെ ജീവിച്ചവൻ, ലക്കും ലഗാനുമില്ലാതെ ജീവിച്ചവൻ, അവൻ അള്ളാനെ ഓർത്ത് പാതിരാത്രിയിൽ കരയുന്നവനായി മാറി. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അവിടെയാണ് ഈ തൗഹീദ്, അവിടെയാണ് ഈ വിശ്വാസം, അവിടെയാണ് ഈ നന്മ. അതുകൊണ്ട് പടച്ചോ മനുഷ്യന് കൊടുത്തൊരു അനുഗ്രഹമാണ് വിവേചന ബുദ്ധി. അതിന്റെ പേരിൽ എത്രയോ സാങ്കേതിക വിദ്യകൾ, പഴയ കാലം പോലെയല്ല, ബഹിരാകാശ യാത്രകൾ വരെ നടത്തുന്ന മനുഷ്യൻ. ഖുർആൻ അതുകൊണ്ട് പറഞ്ഞു, വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ, നിങ്ങളെ നാം ശ്രേഷ്ഠരാക്കി. ഫളൽനാഹും, ആ മനുഷ്യരെ നാം ശ്രേഷ്ഠരാക്കി. നമ്മൾ പടച്ച എല്ലാവരെക്കാളും, നമ്മൾ പടച്ച ഭൂരിപക്ഷത്തെക്കാളും ആ മനുഷ്യനെ നാം ശ്രേഷ്ഠരാക്കി. അതിലവർക്ക് വിവേചന ബുദ്ധി കൊടുത്തു, സാങ്കേതിക വിദ്യകൾ അവർ പഠിച്ചു, മാനം വരെ ചുറ്റിക്കറങ്ങിയിട്ട് അവർ പോരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ കടന്നുപോയി. അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യനെ അവനറിയാത്തത് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഇത് ചിന്തിക്കുക എന്നുള്ളൊരു മനുഷ്യനൊരു ബാധ്യത. അശ്രദ്ധ അത് മനുഷ്യന്റെ നാശമാണ്. അത് ഇഹവും പരവും അങ്ങനെ തന്നെ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ.
നരകത്തിന് വേണ്ടി നാം ഒരുക്കി തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ചില ആളുകളെ. പൊതി വെച്ചായത്തതാണ് അറാഫ് സൂറത്തിലെ 179 ആയത്താണ്. അതിൽ പറയുന്നത് ജിന്ന് വർഗത്തിലുള്ള ചില ആളുകൾ, മനുഷ്യവർഗത്തിലുള്ള ചില ആളുകൾ. നമുക്ക് മനുഷ്യരുടെ കാര്യം നോക്കിയാൽ മതി, ജിന്നുകൾ ഇനി എന്തോ ആയിക്കോട്ടെ, അത് ബേജാറാകണ്ട. ഞോല എന്താകുക അതില്ല, നമ്മളെ സ്വന്തം കാര്യം. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ അതുകൊണ്ട് അവർ കാണുന്നില്ല. കാണേണ്ട കാഴ്ച കാണുന്നില്ല എന്നർത്ഥം, അകക്കാഴ്ച അവർക്കില്ല എന്നർത്ഥം. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട്, പക്ഷെ അവർ കേൾക്കുന്നില്ല. ഉലൈക കല്ലൻആം, അവരും ഇവിടുത്തെ കാലികളും തമ്മിൽ ഒരു മാറ്റമില്ല. ബൽഹും അളല്ല്, അവരതിനേക്കാൾ കടുത്തുപോയവരാണ്. ആ കാലികൾക്ക് ഇതിനുള്ള ബുദ്ധിയൊന്നും കൊടുത്തിട്ടില്ല. വിശ്വാസികളെ പറ്റി കാലികൾ പറയുന്ന ചില വചനങ്ങളുണ്ട്. നല്ലൊരു വിശ്വാസി മരിച്ചാൽ കന്നുകാലികൾ പറയത്രേ, റബ്ബേ അയാൾ മരിച്ചുപോയി, ഇനി അയാളുടെ ഭക്ഷണമാകാൻ, അയാൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന്. ആ വിശ്വാസിയുടെ പദവി അതാണ് മനസ്സിലാക്കേണ്ട സംഗതി. അതുകൊണ്ട് ആ കാലികൾ അവരെക്കാൾ കടുത്തു. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധവാന്മാരാണ്, അവർ ഗഫലത്ത് പറ്റിപ്പോയവരാണ്. നമ്മളെ പറ്റി തന്നെ ആലോചിച്ചാൽ മതി. രാവിലെ അങ്ങനെ നീക്കുന്നു, ഇന്നിപ്പോ വെള്ളിയാഴ്ച, നമുക്ക് എത്ര പേർക്ക് സൂറത്തുൽ കഹ്ഫ് ഓതാൻ സാധിച്ചു? തിരക്കല്ലേ, ആകെ തിരക്കാണ്. ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, അതിങ്ങനെ നോക്കി ഉരുണ്ടും മറിഞ്ഞും തിരിഞ്ഞും കടന്ന് സമയം പോകുന്നത് അറിയാതെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ജനതയെ ഏത് രൂപത്തിലൊക്കെ പരീക്ഷിക്കും. പരീക്ഷണങ്ങളുടെ തീനാമ്പുകൾ ചുറ്റുപാടും പണം വിടർത്തിയാടുന്ന ഏറ്റവും അപകടകരമായ കാലത്ത് നമ്മൾ ഓർക്കുക, ഒരുപാട് സംഗതികളൊക്കെ അങ്ങനെ. വെള്ളിയാഴ്ച ജുമഅക്ക് വേണ്ടി കുളിക്കുക എന്നുള്ളത് സുന്നത്താണ്. നല്ല ഉദ്ദേശത്തോടെ, നല്ല നിയ്യത്തോടെ, നല്ല വസ്ത്രം ധരിക്കുക, നേരത്തെ എത്തുക. ഏതായാലും ആ വീടർ അവിടെയാണ്, അപ്പൊ പിന്നെ ഞാൻ ഏതായാലും പള്ളിയിൽ പോയി, അതല്ലല്ലോ നിയ്യത്ത്. അതീവമായ ജാഗ്രതയുള്ള സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ, അതിന്റെ നേതാവായ വെള്ളിയാഴ്ച എന്ന് പഠിപ്പിച്ച. അതുകൊണ്ട് മനുഷ്യനെ അല്ലാഹു ആദരിച്ചു. അതേ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല നിലവാരം. പക്ഷേ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നെ അവൻ ഏറ്റവും നിന്ദ്യനായി മാറി. വളരെ പരിചയമുള്ള ചെറിയ സൂറത്തിൽ റബ്ബ് പറയുന്നതാണ്. അതുകൊണ്ട് വിശ്വാസം, അതിനനുസൃതമായ ജീവിതം, അത് ക്രമപ്പെടുത്താൻ കഴിയണം. പതറരുത് നമ്മൾ. സഹാബ കിറാമിനെ കുറിച്ച് പറയുന്നിടത്ത് കുറെ ആയത്തുകളുണ്ട്. ആല ഇമ്രാനിൽ പറയുന്നുണ്ട്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ, വിശ്വാസത്തിലേക്ക് വിളിക്കുന്ന ഒരാളുടെ വിളിയാളം ഞങ്ങൾ കേട്ടു. അൻ ആമിനൂ ബിറബ്ബിക്കും, അയാൾ ഞങ്ങളോട് പറയുന്നത് നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുക. അത് കേട്ടപ്പോഴേക്ക് ഫആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചു റബ്ബേ. അതുകൊണ്ട് റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണം റബ്ബേ. ഉള്ളിൽ കുറ്റബോധമുണ്ടവർക്ക്, ഇന്നലകളുടെ ചെയ്തികളെ ഓർത്തിട്ടവര് നെഞ്ചു പൊട്ടിക്കരയുന്നവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. വകഫിർ അന്നാ സയ്യിആതിനാ, ഞങ്ങളുടെ പാപങ്ങളെ നീ മറച്ചു വെക്കണം. വതവഫനാ മഅൽ അബ്റാർ, ഞങ്ങളെ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ചേർത്തു തരണം റബ്ബേ. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക, നിന്റെ ദൂതന്മാരോട് നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് തരണം റബ്ബേ. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, പരലോകത്ത് ഞങ്ങളെ നിന്ദിക്കരുതേ റബ്ബേ. ആ നിന്ദ്യത വല്ലാത്ത കഷ്ടമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഭീകരമായ നരകം ഒരു മിനിറ്റ് സഹിക്കാനാവാത്തവർ നമ്മൾ. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, വലാ തുഖ്ദിനാ യൗമൽ ഖിയാമ. സഹാബാ കിറാമിന്റെ ദുആ പറയാണ് ഖുർആൻ, ഞങ്ങളെ നിന്ദിക്കരുത് റബ്ബേ ഖിയാമത്ത് നാളിൽ. ആരാത് പറയുന്നത് നോക്കണം. നമ്മൾ നബിയുടെ കൂടെ ജീവിച്ചവർ, യുദ്ധങ്ങളിൽ പങ്കെടുത്തവർ, ലോകാവസാനം വരെയുള്ള വിശ്വാസികളുടെ ചുണ്ടിൽ അല്ലാഹുവേ നീ അവരെ നീ തൃപ്തിപ്പെടണമേ എന്ന് അവരെ പേര് പറയുമ്പോൾ ദുആ ചെയ്യാൻ അല്ലാഹു സൗഭാഗ്യം കൊടുത്ത മഹാരഥന്മാർ. അവരെ ദുആയാണ് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നിന്ദിക്കരുതേ റബ്ബേ. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. നീ വാഗ്ദാനം ലംഘിക്കുന്നവനല്ല, നീ വാഗ്ദാനം നിറവേറ്റുന്നവനാണ്. അതുകൊണ്ട് ആ ബോധം ഉണ്ടാകണം. അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണം. എന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരും നമ്മൾ വട പറഞ്ഞു പോകും. അതുകൊണ്ട് ഷഹാദ വളരെ പ്രധാനമാണ്, വിശ്വാസം വളരെ പ്രധാനമാണ്. അതിൽ ശിർക്ക് വരിക എന്നുള്ളത് നമ്മുടെ ഇരുലോക വിജയത്തിന്റെ ഭീകരമായ പരാജയമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.